ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. UAE ടീച്ചിങ് ലൈസൻസ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാനായിട്ട് കോച്ചിങ് അക്കാഡമി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് 100% റിലയബിൾ ആയിട്ട് നിങ്ങളുടെ പെഡഗോജി എക്സാം, നിങ്ങളുടെ സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ എക്സാം എന്നിവയ്ക്ക് കോച്ചിങ്ങിനായിട്ട് AS അക്കാഡമിയുടെ കോച്ചിങ് ക്ലാസ്സസിൽ എൻറോൾ ചെയ്യാവുന്നതാണ്. ഫേസ് ടു ഫേസ് സെഷൻസ്, സ്റ്റഡി നോട്ട്സ്, മോക്ക് എക്സാംസ് എന്നിവയാണ് AS അക്കാഡമിയിലെ കോച്ചിങ് ക്ലാസിന്റെ പ്രത്യേകതകൾ. AS അക്കാഡമിയുടെ 30 ദിവസത്തെ ഈ കോച്ചിങ്ങിന് ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് TLS എക്സാം സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അക്കാഡമിയുടെ അടുത്തതായി തുടങ്ങുന്ന സൈക്കിൾ 2 സൈക്കിൾ 3 പെഡഗോജി ബാച്ചിലേക്ക് എൻറോൾ ചെയ്യുവാനായിട്ട് താഴെ കാണിച്ചിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് പെഡഗോജി എന്നൊരു മെസ്സേജ് അയക്കുക. അക്കാഡമിയുടെ റെപ്രസെൻറ്റേറ്റീവ് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ടീച്ചിങ് ജോബ്സ് UAE അൺലോക്ഡ് എന്ന സീരീസിന്റെ ഭാഗമായിട്ടുള്ള 20ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ഇവിടെ ഒരു ഡിസ്ക്ലൈമർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ഈ വീഡിയോ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ വേക്കൻസീസും പ്രൈമറി വെരിഫിക്കേഷന് ശേഷമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടേതായ രീതിയിൽ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നമ്മളുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന കൺസൾട്ടൻസി വീഡിയോസ് ഒക്കെ നമ്മൾ ജസ്റ്റ് ലിങ്ക്ഡിൻ പോലെയുള്ള ജോബ് വെബ്സൈറ്റുകളിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള കൺസൾട്ടൻസി വഴിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ആരെങ്കിലും നിങ്ങളോട് ക്യാഷ് ചോദിക്കുകയാണെങ്കിൽ, ജോബ്സിന് വേണ്ടി ക്യാഷ് ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കാതിരിക്കുക. അങ്ങനെയുള്ള ജോബ്സ് എല്ലാം സ്കാം ആയിരിക്കും. ഒരിക്കലും നിങ്ങൾ പൈസ കൊടുത്ത് ജോബ് വാങ്ങാൻ ശ്രമിക്കാതിരിക്കുക. ഇനി നമുക്ക് നമ്മളുടെ വേക്കൻസിയിലേക്ക് പോകാം. അതിൽ ആദ്യത്തെ വേക്കൻസി എന്ന് പറയുന്നത് ദ ഫസ്റ്റ് അക്കാഡമി സ്കൂൾ അജ്മാനിലാണ്. അപ്പം ഇവിടുത്തെ വേക്കൻസി എന്ന് പറയുന്നത്, ഇവിടെ വളരെയേറെ വേക്കൻസീസ് ഉണ്ട്. ഏകദേശം 11 വ്യത്യസ്ത സബ്ജക്റ്റുകളിലായിട്ട് അനേകം വേക്കൻസീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ടീച്ചറാണ് എങ്കിൽ, നിങ്ങളിപ്പോൾ കറന്റ് UAE വിസിറ്റിംഗ് വിസയിലോ അല്ല എങ്കിൽ മറ്റേതെങ്കിലും വിസയിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം, പിന്നെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടീച്ചിങ് സ്കിൽസ് ഉണ്ടായിരിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇംഗ്ലീഷിലെ കമ്മ്യൂണിക്കേഷൻ, ടീച്ചിങ് സ്കിൽസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയാസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് CV തയ്യാറാക്കാൻ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പം ഈ സർവീസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷണൽ CV തയ്യാറാക്കി ഈ ജോബ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സർവീസുകളെല്ലാം അവൈലബിൾ ആണ്. ഈ സർവീസുകളിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന ലിസ്റ്റഡ് സർവീസുകൾ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത രണ്ടാമത്തെ ജോബ് വേക്കൻസിയിലേക്ക് പോകാം. രണ്ടാമത്തെ ജോബ് വേക്കൻസി AS കൺസൾട്ടൻസി എന്ന് പറഞ്ഞൊരു കൺസൾട്ടൻസിയുടെ വേക്കൻസിയാണ്. ഇപ്പം ഇവർ അഡ്വർടൈസ് ചെയ്തതനുസരിച്ചിട്ട് ഇവർക്ക് കുറച്ചേറെ വേക്കൻസീസ് UAE-യിലുണ്ട്, അപ്പം ദുബായിലുണ്ട്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയാസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ, അതായത് ഈ പൊസിഷൻസിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ എലിജിബിൾ ആണ്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID അയച്ചു കൊടുക്കാവുന്നതാണ്. ഇനിയും മൂന്നാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഫ്രണ്ട് ലൈൻ ഇന്റർനാഷണൽ പ്രൈവറ്റ് സ്കൂളിലേക്കാണ്. അപ്പം ഇവിടെ കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അറബിക് ടീച്ചേഴ്സിനൊക്കെ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചേഴ്സ്, ഇങ്ങനെയുള്ള ടീച്ചേഴ്സിന് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഈ ജോബിന് അപ്ലൈ ചെയ്യുവാനായിട്ട് ഈ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇത് സ്കാൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് വെച്ചിട്ട് ഈ ജോബിന് അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക.
ഇനിയും അടുത്ത ജോബ് വേക്കൻസി, നാലാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അൽമാരിഫ് പ്രൈവറ്റ് സ്കൂൾ ദുബായിലേക്കാണ്. അപ്പം ഇവിടെ 2025-2026 അധ്യയന വർഷത്തേക്കുള്ള റിക്രൂട്ട്മെന്റ് ഓൾറെഡി നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ലിസ്റ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിനു വേണ്ട റിക്വയർമെന്റുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ റിക്വയർമെന്റുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾ കൃത്യമായിട്ട് CV അയക്കുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പൊസിഷൻ ഏതാണോ അത് കൃത്യമായി മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ CV അറ്റാച്ച് ചെയ്തതിന് ശേഷം വെറുതെ അയക്കരുത്. നിങ്ങൾ ജസ്റ്റ് ഒരു കവറിംഗ് ലെറ്റർ ഒക്കെ ഒരു ഇമെയിലിന് ഒരു ബോഡി ആയിട്ട് കൊടുത്ത് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. ഇനിയും അഞ്ചാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഈറ്റൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. ഇതൊരു സ്കൂളല്ല, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പോസ്റ്റിന് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ ഈ പൊസിഷന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയും ആറാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അമിറ്റി സ്കൂളിലേക്കാണ്. അപ്പം ഇവിടെ അബുദാബിയിലുള്ള അമിറ്റി സ്കൂളിൽ ലീഡ് സ്വിമ്മിംഗ് കോച്ചിനെയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഈ പൊസിഷന് വേണ്ട റിക്വയർമെന്റുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പൊസിഷന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയും ഏഴാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ദ സിറ്റി സ്കൂൾ ഇന്റർനാഷണൽ ദുബായ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് വേക്കൻസീസ് ഒക്കെയാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ടീച്ചിങ് പൊസിഷൻസിലേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് വേണ്ട റിക്വയർമെന്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റിക്വയർമെന്റുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ CV careers@tcsi.dxb.ae എന്ന ഇമെയിൽ ID-യിലേക്ക് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി എട്ടാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് PE ടീച്ചേഴ്സിന്റെ വേക്കൻസിയാണ്. ഇത് അൽസലാം പ്രൈവറ്റ് സ്കൂളിലേക്കുള്ള ഒരു വേക്കൻസിയാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന PE ടീച്ചർ ആകാനുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ് എങ്കിൽ നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പൊസിഷന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഒൻപതാമത്തെ ടീച്ചിങ് ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ചാനലിൽ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ബേക്കൻ ഹൗസ് പ്രൈവറ്റ് സ്കൂളിലേക്കുള്ള വേക്കൻസിയാണ്. അപ്പം ഇതുവരെയായിട്ടും ഈ പൊസിഷൻസ് ഫിൽ ആയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഇതിന്റെ HR വീണ്ടും റീപോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പൊസിഷൻസിൽ ഏതെങ്കിലും ഒന്നിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ റിക്വയർമെന്റുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ CV ഈ താഴെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങളുടെ CV സ്ക്രീനിനായിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ അവർ കോൺടാക്ട് ചെയ്യുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയും 10ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അൽഹദ് ചാർട്ടേഡ് സ്കൂളിലേക്കാണ്. ഇത് താലിമിന്റെ കീഴിലുള്ള ഒരു ചാർട്ടേഡ് സ്കൂളാണ്. ഇവിടെ 2025 അധ്യയന വർഷത്തേക്ക് ഉള്ള ഓപ്പൺ പൊസിഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ടീച്ചർ, അറബിക് ടീച്ചർ പൊസിഷൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഈ റിക്വയർമെന്റുകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ലിങ്ക് വഴി നിങ്ങളുടെ പ്രൊഫൈല് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ പൊസിഷന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി 11ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഗ്ലെൻഡെയിൽ ഇന്റർനാഷണൽ സ്കൂളിലേക്കാണ്. അപ്പം ഒരു ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളാണ്. ഗ്ലോബൽ സ്കൂൾ ഗ്രൂപ്പിന് കീഴിലുള്ള ഒരു ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളാണ്. അപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് പൊസിഷൻസ് പ്രൈമറി ഹോം റൂം ടീച്ചർ, FSHR ടീച്ചർ, ഹെഡ് ഓഫ് Arabic A and B teachers, Islamic A and B teachers. അപ്പം ഈ പൊസിഷൻസിൽ ബ്രിട്ടീഷ് കരിക്കുലം എക്സ്പീരിയൻസ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത്
നോർത്ത് ഗേറ്റ് ബ്രിട്ടീഷ് സ്കൂൾ അജുമാനിലേക്കുള്ള വേക്കൻസിയാണ്. അപ്പം ഇവിടെ അത്യാവശ്യം വലിയൊരു സ്കൂളാണ്. ഈ സ്കൂളിലേക്ക് ഇപ്പോൾ കുറച്ച് ഏറെ പൊസിഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ടീച്ചിങ് നോൺ ടീച്ചിങ് പൊസിഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഏറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ടീച്ചിങ് ജോബ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവർ ഓഫർ ചെയ്യുന്നത് കോമ്പറ്റേറ്റീവ് സാലറിയാണ്, ഫർണിഷ്ഡ് അക്കോമഡേഷന്, ഹൗസിംഗ് അലവൻസ്, അങ്ങനെ കുറേ ഫ്ലൈറ്റ് അലവൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, എൻഡ് ഓഫ് സർവീസ് ഗ്രാറ്റുവിറ്റി, അങ്ങനെ കുറേ ഏറെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, കുറേ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പൊസിഷൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുവാനായിട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. കൃത്യമായിട്ടും ഞാൻ നേരത്തെ പലപ്പോഴും വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്, കൃത്യമായിട്ട് നിങ്ങളുടെ CV അറ്റാച്ച് ചെയ്തതിന് ശേഷം ഏത് പൊസിഷൻസിലാണ് അപ്ലൈ ചെയ്യുന്നത് സബ്ജക്ട് ലൈനിൽ മെൻഷൻ ചെയ്യുക. മെൻഷൻ ചെയ്ത് ഒരു മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്ത് വേണം നിങ്ങളുടെ CV അയക്കാനായിട്ട്. ഒരിക്കലും ബ്ലാങ്ക് ആയിട്ട് നിങ്ങളുടെ CV അയക്കരുത്. ഇനി 13ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഒരു സെൻകോ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സ് കോർഡിനേറ്ററിൻ്റെയാണ്. ഇവിടെ നെക്സ്റ്റ് ജനറേഷൻ സ്കൂൾ ഇൻ ദുബായ്, അവിടെയാണ് ഈ ടീച്ചിങ് പൊസിഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഐഡിയൽ കാൻഡിഡേറ്റ്സിന് ഈ പ്രീവിയസ് സിമിലർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതലായിട്ട് അവർ പരിഗണിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേണം, എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് റിക്വയർമെന്റുകളൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് അയക്കാവുന്നതാണ്. ഇമെയിലിലേക്ക് അയക്കുമ്പോൾ കൃത്യമായിട്ട് സബ്ജക്റ്റ് മെൻഷൻ ചെയ്യുക, ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ CV അറ്റാച്ച് ചെയ്യുക, ക്ലിയർലി CV അയക്കുക. അപ്പം അടുത്തത് 14ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് വുഡ്ലൻഡ് പാർക്ക് സ്കൂൾസിന് കീഴിലുള്ള ഹാംപ്ടൺ ഹൈറ്റ് ഇന്റർനാഷണൽ സ്കൂളിലേക്കാണ്, ദുബായിലെ. അപ്പോൾ ഇവിടുത്തെ റിക്വയർമെന്റുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന റിക്വയർമെന്റുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഹെഡ് ഓഫ് പ്രൈമറി പൊസിഷൻസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പൊസിഷൻ അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഹെഡ് ഓഫ് പ്രൈമറി എന്ന സബ്ജക്ട് ലൈൻ വരാം. ആപ്ലിക്കേഷൻ ഹെഡ് ഓഫ് പ്രൈമറി എന്ന സബ്ജക്റ്റിൽ ഇമെയിൽ ചെയ്യുക. ഇമെയിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ CV ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇനിയും 15ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് സ്കോളാർസ് ഇന്റർനാഷണൽ അക്കാഡമി, ഷാർജയിലുള്ള ഒരു ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളാണ്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് സെന്റ് ടീച്ചറിന് വേണ്ട ക്വാളിഫിക്കേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ നീഡ്സിൽ BEd ഉണ്ടായിരിക്കണം. പ്രൈമറി ടീച്ചേഴ്സിന് BEd ഉണ്ടായിരിക്കണം. സെക്കൻഡറി മാത്തമാറ്റിക്സ് ടീച്ചേഴ്സിന് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് BEd അല്ലെങ്കിൽ TGC ഉണ്ടായിരിക്കണം. സെക്കൻഡറി ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള റിക്വയർമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന റിക്വയർമെന്റുകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് അത്യാവശ്യം ഒരു 2 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കാവുന്നതാണ്. ഇനി 16ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് ഗൾഫ് ഇന്ത്യൻ ഹൈസ്കൂളിലേക്കുള്ള വേക്കൻസിയാണ്. അപ്പം ഇവിടെ പലരും ചോദിച്ചിട്ടുള്ളതാണ് ഹിന്ദി ടീച്ചർ വേക്കൻസി ഉണ്ടോ എന്ന് പലപ്പോഴും കുറെ ആൾക്കാർ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഹിന്ദിയിൽ ഗ്രാജുവേറ്റ് ആണ്, നിങ്ങൾക്ക് BEd ഉണ്ടെങ്കിൽ ഗ്രാജുവേഷനും BEdും പിന്നെ ഒരു 2 വർഷത്തേക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പൊസിഷനിൽ അപ്ലൈ ചെയ്ത് ഉറപ്പായിട്ടും ഈ ജോബ് സെക്യൂർ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ പോലും നിങ്ങൾ ഡിഗ്രിയും BEdും ഉണ്ടെങ്കിൽ, ഹിന്ദിയിൽ ഡിഗ്രിയും BEdും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. പിന്നെ പലപ്പോഴും സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ അങ്ങനെ UAE സ്കൂളുകൾ അക്സെപ്റ്റ് ചെയ്യാറില്ല. മിനിമം ഗ്രാജുവേഷൻ ഹിന്ദിയിൽ തന്നെ ഉണ്ടായിരിക്കണം, കൂടാതെ ഹിന്ദിയിൽ തന്നെ BEdും ഉണ്ടായിരിക്കണം. അപ്പം CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് ഈ ജോബ് ടൈറ്റിൽ ഏതാണോ അത് വെച്ചിട്ട് അയക്കുക. 17ാമത്തെ ജോബ് വേക്കൻസി എന്ന് പറയുന്നത് അൽ സാദിഖ് ഇസ്ലാമിക് സ്കൂളിലേക്കാണ്, ദുബായിലുള്ള. അപ്പം ഇത് നേരത്തെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ HR വീണ്ടും റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചിങ് വേക്കൻസീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു 2 വർഷത്തെ UAE സ്കൂൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ UAE സ്കൂൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൽ പ്രിഫറൻസ് കിട്ടും. ഈ നാട്ടിലത്തെ എക്സ്പീരിയൻസ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ സെലക്ഷൻ UAE സ്കൂൾ ലെവൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെ അഭാവത്തിൽ നാട്ടിലുള്ള എക്സ്പീരിയൻസ് അവർ പരിഗണിക്കും. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൊസിഷൻസിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള
ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ CV ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലേക്ക് അയച്ചു കൊടുക്കുക. കൃത്യമായിട്ടും സബ്ജക്റ്റ് ലൈനിൽ ഏത് പൊസിഷനാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി അറിയിക്കുക. തീർച്ചയായിട്ടും മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.